ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കുകൊണ്ട് സത്യത്തിൽ വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് റെനോയിലാണ്. അപ്പോൾ കണ്ടാണ് നമ്മുടെ കൊല്ലത്താണ് നമ്മുടെ ഷോറൂം വരുന്നത്. റെനോയിൽ വരാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഈ ഒരു കൈഗറിൻ്റെ ബേസ് മോഡലിലും നമുക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയേണ്ടത്, ഇപ്പം മിക്കവാറും ഉള്ള ബ്രാൻഡുകളിൽ ടോപ്പ് എൻഡിൽ മാത്രമായിരിക്കും ബ്ലാക്ക് വാഹനം വരിക. അപ്പോൾ പല കസ്റ്റമേഴ്സിന് ആഗ്രഹം കാണും ഒരു ഡാർക്ക് അടിച്ച വാഹനം എടുക്കണമെന്നൊക്കെ പലർക്കും ആഗ്രഹമുള്ളതായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ഒരു നേട്ടം തന്നെയാണ്. കാര്യം ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വരുന്ന സമയത്ത് 7,32,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു 29,000 രൂപ നിങ്ങൾ എക്സ്ട്രാ ഡെലിവറി സമയത്ത് തന്നെ പേ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീരിയോ, സ്പീക്കർ, റിവേഴ്സ് ക്യാമറ, പാഴ്സൽ ട്രേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇവർ ആഡ് ഓൺ ആയിട്ട് ചെയ്തു തരും. അത് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അത്രത്തോളം ഫിനിഷിങ്ങിലായിരിക്കും അത് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ എന്തായാലും സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും. അത് നിങ്ങൾ ഇവിടെ തന്നെ പേ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങളോട് കൂടി നിങ്ങൾക്ക് ഇറക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ വീൽ കപ്പും നമുക്ക് അവൈലബിൾ ആണ്. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. എത്രയാണെന്ന് എനിക്ക് അറിയില്ല. എക്സ്ട്രാ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അവർ വീൽ കപ്പൊക്കെ വെച്ച് തരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഈ ഒരു പാക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഷോറൂമിൽ ഇറക്കുമ്പോൾ തന്നെ അത്രയും കാര്യങ്ങളോടുകൂടി നിങ്ങൾക്ക് വാഹനം കിട്ടും. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് 7,32 ഓൺ റോഡ് വാഹനം എന്ന് ഞാൻ പറഞ്ഞു. ബ്ലാക്ക് വാഹനവുമാണ്. അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഈ ഒരു വാഹനം. ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഷോറൂമിലും കിടക്കുവാണ്. ഇച്ചിരി സന്ധ്യ ആയിട്ടുണ്ട്. ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം വെട്ടത്തിൻ്റെതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് ലുക്കൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ നോർമലി കാണുന്ന ആ ഒരു വാഹനം പോലെ തന്നെയാണ് ഇതും വരുന്നത്. പിന്നെ ബുക്കിംഗ് അനുസരിച്ചായിരിക്കും വാഹനം നിങ്ങൾക്ക് കിട്ടുക. കാര്യം ബേസ് മോഡലാണ്, ഡാർക്ക് എഡിഷനാണ്, അത്രത്തോളം ഡിമാൻഡ് വരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം എൻക്വയറീസ് ഒക്കെ ഉണ്ടെന്ന് ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു, ബ്ലാക്ക് എഡിഷൻ വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കയ്യോടെ ഇതങ്ങ് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് ആക്കി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാഹനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വലിയ വെയിറ്റ് പീരീഡൊന്നും അതിന് വരാൻ സാധ്യത വരുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തരും. പിന്നെ ഇനി ഡിസൈനിലേക്ക് വരാം. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് ഇതൊരു ഡാർക്ക് എഡിഷൻ വാഹനമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഫീച്ചേഴ്സ് കുറവുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിലൊന്നും അത് പെടുകയില്ല. അതായത് ഇപ്പം ഗ്രില്ലിലേക്ക് നമ്മൾ ഈ ഒരു ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോസി ഫിനിഷ് ഒന്നുമല്ല, ഒരു മാറ്റ് പോലത്തെ ഫിനിഷ് തന്നെയാണ് വരുന്നത്. അതുപോലെ ലോഗോ ഒക്കെ വളരെ മനോഹരമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഹെഡ് ലാമ്പ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. ഹാലജൻ ടൈപ്പ് തന്നെയാണ് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. താഴേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം എയറിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലായിട്ട് നൽകി. പിന്നെ ഹുഡിൻ്റെ പോർഷൻ നോക്കിയാലും നല്ലൊരുള്ള ക്യാരക്ടർ ലൈൻസൊക്കെ നമുക്ക് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നേരെ നമുക്ക് സൈഡിലേക്ക് വരാം. നമ്മളൊരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. കണ്ടോ, അത്രത്തോളം ഫിനിഷിങ്ങിലാണ് നമുക്ക് ആ ഒരു വാഹനം വരുന്നത്. കാര്യം ഇതൊരു ബേസ് മോഡൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആണെന്നുള്ളത് ഒറ്റ നോട്ടത്തിലൊന്നും ഇത് ആരെക്കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം ഇതൊരു എന്താ പറയുക ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ഡോർ ഹാൻഡിൽ വരുന്നത് ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് രണ്ടാമത് കൊണ്ടുപോയി പെയിൻറ്റ് ചെയ്യണമെന്നില്ല. കാര്യം ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. വാഹനവും ബ്ലാക്ക് കളർ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു പോരായ്മ നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. പിന്നെ മിറർ നോക്കിക്കഴിഞ്ഞാൽ മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നു. അപ്പോൾ എക്സ്ട്രാ അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അതും നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വീൽ കപ്പ് നമ്മൾ എക്സ്ട്രാ ചെയ്യണം. ഇതിനകത്ത് ഇപ്പോൾ സിയറ്റിൻ്റെ ടയറാണ് നൽകിയിട്ടുള്ളത്. ടയർ സൈസ് 16 ഇഞ്ചാണ് വരുന്നത്. അതായത് 195/60R16 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ. അത്യാവശ്യം പ്രൊഫൈലുള്ള ടയർ തന്നെയാണ്. പിന്നെ നമ്മൾ ആ ഒരു SUV വാഹനങ്ങളിൽ കാണുന്ന ആ ഒരു ഡാർക്ക്, അതായത് ആ ഒരു ക്ലാഡിങ് ഇവിടെ നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ തന്നെ ഒരു സിൽവർ വാഹനം നിങ്ങൾക്ക് അവിടെ കിടക്കുന്നതായിട്ട് കാണാം. കണ്ടോ, ആ കിടക്കുന്നത് നമ്മൾ ബേസ് മോഡൽ വാഹനമാണ്. ആ കിടക്ക് ഞാൻ ജസ്റ്റ് അതൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ലോക്കാണെന്ന് നോക്കിക്കോട്ടെ. ലോക്കല്ല. പിന്നെ അത് വരുന്നത് വെച്ചാൽ ഞാൻ വേറൊന്നുമല്ല, സ്റ്റീരിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. കണ്ടോ, ആ ഒരു രീതിയിലാണ് ഇത് ഒരു കമ്പനി തന്നെ അവർ ചെയ്തിട്ടേക്കുന്നുണ്ടാകും. അത്രയും ഫിനിഷിങ്ങിലാണ് അത് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം രണ്ടാമത് ചെയ്താണെന്നൊന്നും ഒരു മനുഷ്യനും അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ബാക്കിയൊക്കെ നമുക്ക് അകത്തോട്ട് കയറിയതിന് ശേഷം കാണിച്ചു തരാം. വീൽ കപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡിസൈനിലായിരിക്കും വീൽ കപ്പ് വരുന്നത്. ഇത് എക്സ്ട്രാ അവർ ചെയ്തിട്ടേക്കുന്നതാണ്, കാണിക്കാൻ വേണ്ടി ഡിസ്പ്ലേക്ക് ഇട്ടേക്കുന്നതാണ്. ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ വീൽ കപ്പ് ഇട്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ റൂഫ് റെയിലൊക്കെ നോക്കിയാൽ ഇൻബിൽഡ് തന്നെയാണ്, അതായത് രണ്ടാമത് ചെയ്തേക്കുന്നതൊന്നുമല്ല. അത് നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ ആ സൈഡ് പ്രൊഫൈൽ ഞാൻ നോക്കിയിട്ട് ആകെ ചെയ്യേണ്ടത് ഒരു വീൽ കപ്പ് മേടിച്ചിടുക. ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അലോയ് മേടിച്ചിടുക. അത്രത്തോളം ലുക്കായിരിക്കും വണ്ടി കാണുന്നതിന് വേണ്ടിയിട്ട്. അലോയ് ഇടുന്നതാണ് കുറച്ചുകൂടി മേളമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പൈസ ചിലവാക്കുക, സ്റ്റീരിയോ ഒക്കെ വെച്ച് ഒരു അലോയുടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിൻ്റെ വാഹനം കാണുന്ന പോലത്തെ തന്നെ ഫീലായിരിക്കും വാഹനത്തിന്. ഈ കാര്യം പുറമേ നിന്ന് കാണുന്നവർക്ക് അറിഞ്ഞുകൂടാല്ലോ. ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് പീരീഡിന് ഒന്നും ആർക്കും അറിഞ്ഞു, നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഏത് വാഹനമാണെന്നുള്ളത്. പിന്നെ റിയറിലേക്ക് വരാം. നമുക്ക് ആ റിയർ സൈഡ് നോക്കിയാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മസ്കുലർ ഫീലും ഒക്കെ നമുക്ക് ആ റിയർ സൈഡിലും കാണാം. ക്യാരക്ടർ ലൈൻസൊക്കെ പോയിട്ടുള്ളത് കാണാം. ആ ഒരു ലൈറ്റൊക്കെ നോക്കിയാൽ തന്നെയും ആ ഒരു ഫിനിഷിങ്ങിലൊക്കെ തന്നെ നല്ല രീതിയിൽ ചെയ്തു. റിവേഴ്സ് സെൻസറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ
ഇവിടെയും നമുക്ക് ആ ഒരു സെൻസർ നൽകിയിട്ടുണ്ട്. ഡോർ അതായത് റിയർ ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു കാര്യം തന്നെയാണ്. അത് താക്കോലിട്ട് നിങ്ങൾ തുറക്കേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. പാഴ്സൽ ട്രേ ഞാൻ പറഞ്ഞു, മറ്റേ പാക്ക് എടുത്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു പാഴ്സൽ ട്രേയും കൂടി വെച്ച് തരുന്നതായിരിക്കും. 60/40 അല്ല, ബെഞ്ച് ഫോൾഡിങ് തന്നെയാണ് സീറ്റിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. കൈകണ്ട ആ ഒരു ബാഡ്ജിങ്ങും ലോഗോയൊക്കെ വളരെ മനോഹരമായിട്ട് അവർ പ്ലേസ് ചെയ്തു. ഞാൻ ഒരുപാട് അങ്ങ് വിശദീകരിക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. 2 ഡോർ പവർ വിൻഡോ അവർ നൽകിയിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് എക്സ്ട്രാ ചെയ്യണം, അതിനും വലിയ പേയ്മെൻ്റ് ഒന്നും വരത്തില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് സംശയമുണ്ട്. അത് ജസ്റ്റ് ചോദിച്ചു നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് വെച്ചാൽ ചെയ്താൽ മതി. പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കൺട്രോൾസ് ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഗ്ലാസ് താക്കേണ്ട ആവശ്യമൊന്നുമില്ല, മാനുവലി ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ കോംപ്രമൈസ് കാര്യങ്ങൾ തന്നെ, അതൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അകത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അകമൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആംബ്രസ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റീരിയോ ഞാൻ കാണിച്ചു എങ്ങനെയായിരിക്കും ചെയ്താലെന്നുള്ളത്. എ സിയുടെ കൺട്രോൾസ് ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പം ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വാഹനത്തിനുള്ളിൽ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഗ്ലോസി ഫിനിഷ്, ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഗ്ലോസി ഫിനിഷ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ചെയ്യാനൊന്ന് റിയർ സൈഡിലേക്ക് കയറി അവിടുത്തെ സ്പേസ് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടാത്തത്. റിയർ സൈഡ് നോക്കിയാൽ മാനുവലി വേണം ഗ്ലാസ് താക്കാനായിട്ട്. എനിക്കൊന്ന് ഫ്രണ്ടിലാണ് ഏറ്റവും അത്യാവശ്യം പവർ വിൻഡോ വേണ്ടത്. ബാക്കിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ആരും ഗ്ലാസ് താത്തിട്ട് നോട്ടിക്കുന്നില്ല. ഫ്രണ്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് ടോൾ കൊടുക്കണമെങ്കിലൊക്കെ ഫ്രണ്ടിൽ നമുക്ക് ഉപകാരപ്പെടും. ഇവിടെ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം വേറെ കാര്യങ്ങളൊന്നും നമുക്കിവിടെ പറയാനും തോന്നുന്നില്ല. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് സ്പേസ് ഒന്ന് ഇരുന്ന് കാണും, ചിലപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിലോ. അപ്പോൾ സ്പേസ് നോക്കുന്ന സമയത്ത് തൈ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്, തല തട്ടത്തില്ല, ലെഗ് റൂം നല്ല രീതിയിൽ വരുന്നുണ്ട്, കാല് നീട്ടി വെച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഒരു ചാർജിങ് സോക്കറ്റ് കൂടി അവർ നൽകിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങളൊരു അഡാപ്റ്റർ മേടിച്ച് വെച്ചാൽ മതിയാവും. ഡോർ പാഡ് നോക്കിയാലും ജസ്റ്റ് ഡോർ പാഡ് നോക്കിയോ, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് സാധിക്കും. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ജസ്റ്റ് സ്റ്റിയറിങ്ങിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോന്നുകൊണ്ട് നോക്കിക്കോട്ടെ. സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പൊസിഷൻ തന്നെയാണ്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് കമ്പനി അത് ചെയ്തേക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ഫുള്ളി ഡിജിറ്റൽ തന്നെ വരുന്നത്. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ടോപ്പിലൊക്കെ വരുന്നത് പോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. വേറൊന്നുമില്ല നമുക്കിവിടെ പറയാനായിട്ട്. ഒരുപാട് വലിച്ചു നിർത്തുന്ന കാര്യം വരുന്നില്ല ഈ ഒരു വീഡിയോയ്ക്ക്. ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം ഇത്രയുമാണ്. അതായത് ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് ഈ ഒരു കൈഗറിൻ്റെ എല്ലാ വേരിയൻറ്റിലും ബ്ലാക്ക് വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. ബേസ് മോഡലിൽ തൊട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പ്രൈസ് ഞാൻ പറഞ്ഞു 732 ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എക്സ്ട്രാ ഒരു 29,000 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാക്ക് കൂടി അവർ ആഡ് ചെയ്ത് തരും. ഇൻഫോർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ സ്പീക്കർ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, പാർസൽ ട്രേ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. വീൽ കപ്പ് വേണമെങ്കിൽ വീൽ കപ്പ് ഇവിടെ ഷോറൂമിൽ നിന്ന് മേടിച്ചിടാം. ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി അലോയോ കാര്യങ്ങളോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ്. ഷോറൂമിലാകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണത്തില്ല വീൽ കപ്പിൻ്റെ. അവർ 1-2 ഡിസൈൻസേ വെക്കാൻ സാധ്യതയുള്ളൂ. പുറത്തുനിന്ന് നോക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ ചെയ്യുന്നത്. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. അത്യാവശ്യം പിന്നെ ഓഫറും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ ഓഫർ കൂടി ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു ഓഫറുണ്ട്. റെനോയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ബ്രാൻഡ് നൽകാത്ത രീതിയിലുള്ള ഓഫറുകൾ അവർ നൽകാറുണ്ട്. അതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ റെനോ വാഹനമൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നല്ല രീതിയിലുള്ള ബെനിഫിറ്റുകളും അവർ നൽകുന്നുണ്ട്. പിന്നെ കീ ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കുള്ള ഓഫറുണ്ട്. ഹാൻഡിക്യാം ഒരുപാട് പേർക്ക് ഓഫറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ബേസ് മോഡൽ ആയതുകൊണ്ട് അതൊന്ന് കൺഫേം ആക്കി. താഴെ അർഷാദിൻ്റെ നമ്പറുണ്ട്, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അർഷാദിനെ വിളിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരും. കാരണം ഞാനതൊന്നും സംസാരിച്ചില്ലായിരുന്നു ഇവരുമായിട്ട്. അപ്പോൾ അർഷാദിനെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി ഇതിനെന്തെങ്കിലും ഓഫറൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വിളിച്ച് ചോദിക്കുക. ഞാൻ പെട്ടെന്ന് വന്നൊരു വീഡിയോ അങ്ങ് എടുത്തതാണ്, ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പം ഒരു കാര്യം പറഞ്ഞു പോയി, ഇപ്പോൾ ചിങ്ങം വരുവാണ്. ഇപ്പോൾ ഒരുപാട് പേര് ചിങ്ങത്തിന് വാഹനം ഇറക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ അന്ന് വാഹനം എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യോടെ തന്നെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കുക. അപ്പോഴത്തേക്ക് ബില്ലൊക്കെ അടിച്ച് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ചിങ്ങത്തിന് തന്നെ വാഹനം ഇറക്കാനായിട്ട് പറ്റും. സപ്പോസ് ഇപ്പോൾ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത വേരിയൻറ്റ് മതി എന്നുള്ളവർക്ക് തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് പോകാം. എനിക്ക് ഏകദേശം 820 അത്ര സംതിങ് ആണ് പ്രൈസ് വരുന്നത്. കറക്റ്റ് പ്രൈസിന് അർഷാനെ വിളിച്ച് ചോദിച്ചേരെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഇനി അടുത്ത വേരിയൻറ്റ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ലോഡഡ് ആയിട്ട് തന്നെ കിട്ടും. 9 ലക്ഷം രൂപയാണ് അതിന് ഓൺ റോഡ് പ്രൈസ്. അതൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ്. ഒരു കാര്യം ചെയ്താൽ മതി, അർഷാനെ വിളിച്ച് ചോദിക്കുക, ഓരോ വേരിയൻറ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കുക, പ്രൈസ് ചോദിക്കുക, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളതെന്നൊന്ന് ചോദിക്കുക. അവനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സംസാരിക്കാനായിട്ട് ഈ ഒരു വീഡിയോയിൽ. ഇപ്പോൾ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കയ്യോടെ തന്നെ അർഷാദിനെ വിളിച്ച് വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കുക. അപ്പോൾ ഇവിടെ എല്ലാ വാഹനവും ഉണ്ട്, കിഡൊക്കെ കിടപ്പുണ്ട്. ഇതാണ് ഇവിടെ ട്രൈബറിൻ്റെ തന്നെ ഡാർക്ക് എഡിഷൻ കിടപ്പുണ്ട്. എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ വാഹനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത്യാവശ്യം ക്രോമൊക്കെ എനിക്കൊന്ന് ഇത് രണ്ടാമത് വെച്ചതാണെന്ന് തോന്നുന്നു. ഡെലിവറിക്കായിട്ട് അവർ കയറ്റി ഇട്ടേക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരു വൈറ്റ് വാഹനം ഇവിടെ കിടപ്പുണ്ട്. ഡ്യുവൽ ടോൺ ആണ് കിടക്കുന്നത്. അതും കൊള്ളാം കാണാനായിട്ട്. ഡ്യുവൽ ടോൺ വാഹനം കിടപ്പുണ്ട്. അതിനകത്ത് അത്യാവശ്യം അക്സസറീസൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളാണ്. ഒരു 7 ലക്ഷം 7.5 ഉള്ളിലാണ് ഇതിൻ്റെ ഒരു ബേസ് മോഡലൊക്കെ ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊന്നുമില്ല പറയാൻ.
ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ.